ഉച്ചക്ക് ഒന്ന് ഇരിക്കാനും കൂടി സമയം തന്നിട്ടില്ല കേട്ടോ. അമ്മ മീൻ പിടിക്കാൻ പോവുക പറഞ്ഞിട്ട് അവിടെയെന്ന് വെച്ചാൽ ടി വി കാണാനുള്ള ഇതും ഇല്ലല്ലോ, റിമോട്ട്. 2 ദിവസം കഴിഞ്ഞാൽ റിമോട്ട് കിട്ടും കേട്ടോ. അതുവരെ പിന്നെ നമുക്ക് ഇരിക്കണോടത്തും നിൽക്കണോടത്തും അവർ സമാധാനം തരില്ല. പിന്നെ വെറുതെ അങ്ങനെ കിടന്നുറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാണാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അത് പറയാം. ഒരു പ്രാവശ്യമേ ഞങ്ങളിത് ഇവിടെ തിരുമ്പാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. തിരുമ്പാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര കലക്കിയിട്ട് ഇങ്ങനെ മീനിങ്ങനെ അടിക്കില്ലേ, അതുപോലെ സൗണ്ട് കേട്ടോ. നോക്കുമ്പോൾ എന്താ പാമ്പേ തവളേനെ പിടിച്ചിട്ട് കിടക്കുകയാണ് ഈ ഭാഗത്തേ. ഞങ്ങൾ എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങനെ വഴി തെറ്റി പേടിച്ചിട്ട് അങ്ങനെ തെറ്റി അത് കൂടെ ഇരുന്നിട്ട് അന്ന് വീട്ടിലേക്ക് കയറിപ്പോയത്. എന്തൊക്കെ ഇവിടെ കാണുമ്പോൾ നല്ല പേടിയാണ്. ഇവിടെയെന്ന് പറഞ്ഞാൽ നോക്കിയൊക്കെ മീനൊക്കെ ഉണ്ട് കേട്ടോ. നന്നല്ലാത്ത 2 തോർത്ത് കൊടുത്തു വന്നിട്ടുണ്ട്. മീൻ പിടിക്കണം എന്ന് പറഞ്ഞാൽ നല്ല തോർത്താണ് പറഞ്ഞാൽ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല പണിയല്ലേ. അപ്പം നന്നല്ലാത്തത് ഇത് ഓട്ടയൊക്കെ ഉള്ളതാണ് കേട്ടോ. പിടിക്കുമ്പോൾ ഏതെങ്കിലും സൈഡിൽ കൂടെ പോവോ എന്നൊന്നും എനിക്കറിയില്ല. എന്താ ഒരു ചീകും ഒരു പരലും പരല് അതാ നോക്കേട്ട മൊയ്യനെ പറയുന്നതേ. ഇനിയും കിട്ടിയോ? നമ്മുടെ കിച്ചൂട്ടനില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര താല്പര്യമാണ്. കിട്ടിയോ? 3 കിട്ടിയോ? കലക്കിയിട്ട് ഇങ്ങോട്ട് ചെയ്യേ, അപ്പൊ തോനെ കിട്ടും. കിച്ചൂട്ടാ വെള്ളം കലക്ക്, അപ്പൊ വേഗം കിട്ടുടാ. അവിടുത്തെ കഴിഞ്ഞു, ഇനി അതിൽ കിട്ടില്ല. മീൻ പോയിട്ടുണ്ടാവും. അവിടെ നിന്ന് ഉണ്ടായാലും കിച്ചിട്ടാ മീനൊക്കെ ഇളകിപ്പോയപ്പോഴേ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതന്നെ ഇവിടുത്തെ കഴിഞ്ഞിന് വേറെടുത്ത് പോയി പിടിക്കണം. 3 കിട്ടി അല്ലേ? നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതന്നെയായിരുന്നു കളിയിലേട്ടാ. ഞാനൊക്കെ എൻ്റെ ഏട്ടന്മാരുടെ പിന്നാലെ പോന്നിട്ട് വൈകുന്നേരത്ത് വരുമ്പോ ചേറിലിങ്ങനെ കളിച്ചു വരും. അപ്പൊ കിട്ടും 2. അതാ ഒരു മീനല്ലേ ഇത്? അപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്. ഈ തോർത്ത് ഞാൻ വൃത്തിയാക്കാനോ? അതാ കുഞ്ഞു മീനടാ, അതിനെ കളഞ്ഞി താത്തി പിടിക്കേ. എന്ത് മീൻ പിടുത്തക്കാരാണ് അമ്മോ. കിട്ടിയോ? അതാ കിട്ടി കിട്ടിട്ടാ. അതാ നെറ്റിപ്പൊട്ടൻ, അതാ മുട്ടി നെറ്റിപ്പൊട്ടൻ. അതാ പണ്ടത്തെ പടികൾ കണ്ടോ, വീട്ടിലേക്ക് കയറി പോവാനും ഇറങ്ങാനുള്ള പടികൾ വെട്ടുകല്ലും കൊണ്ടില്ലേട്ടാ. നശിച്ചു കുറേയൊക്കെ അല്ലേ. വലിയ തറവാട്ടിക്ക് കയറി പോണതാണ് കേട്ടോ. അതിൻ്റെ കുറച്ചപ്പുറത്തൊരു കുളമുണ്ട്, ഒരു മണ്ഡപപ്പരയൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോകില്ല, നമ്മൾ ഈ വഴിക്ക് പോട്ടെ. അതിൻ്റെ അപ്പുറത്ത് പിന്നെന്താ ഈ സ്ഥലം കാണാണ്ട്? ഇവിടെ തുണി തിരുമ്പാൻ വരുന്നതാണ് കേട്ടോ. അതാണ്ടോ കല്ലൊക്കെ. എന്നാ പിടിക്ക്. ഇതാണ്ടോ നല്ല തണുപ്പായിരിക്കും ഈ വെള്ളത്തിന് അല്ലേ? അതിൽ വെള്ളം നിറക്കി മീനിനൊക്കെ ഒന്ന് നിറച്ചോ? ഓ അമ്മു ഫാൻ്റെ കുറച്ച് പൊന്തിക്കൂ ഞാൻ ഇനി. ഇതാണ്ടോ ഇവിടെയൊക്കെ തിരുമ്പാൻ വേണ്ടി കല്ല് സൗകര്യമൊക്കെ ഇട്ടൊക്കെ നോക്കിയൊക്കെ ഉണ്ടോ? ആദ്യം അതൊന്ന് കഴുകു. അച്ചു തണുപ്പുണ്ടോ? ഇപ്പോഴത്തേക്ക് മക്കൾക്കില്ലേ അധികം ഒന്നല്ലെങ്കിൽ ഫോണ് ഇല്ലെങ്കിൽ TV. ഇതേപോലെയൊന്നും കൊണ്ടുവരില്ല, അതേപോലെ സ്ഥലങ്ങളും ഇല്ല പറഞ്ഞല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇവർക്ക് ശീലമായിട്ട്. അതാ മീൻ കിട്ടി. കിട്ടി. ഇത്ര വെള്ളത്തിൽ ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അതാ അതേപോലത്തെ മീൻ തന്നെ. അവിടെ കണ്ടോ മീൻ? ഏട്ടൻ നോക്ക്. ഏട്ടൻ്റെ ചെറുപ്പത്തിൽ ഏട്ടൻ പഠിക്ക് വന്നിട്ടില്ലേ മീൻ പിടിക്കാൻ? അന്നത് ഇങ്ങനത്തെ നെൽപ്പാടാണേ. ഇതൊക്കെ കവുങ്ങൊക്കെ വെച്ച് കവുങ്ങുണ്ട്. എത്ര ഹൈറ്റായി. ഇതൊക്കെ അമ്മയൊക്കെ അവരൊക്കെ പണിതായിരുന്ന അമ്മയൊക്കെ പണിതായിരുന്ന പാടങ്ങളാണത്. നല്ല തണുപ്പുണ്ടാ? ഞാൻ പറഞ്ഞില്ലേ എന്താ കലക്ക വെള്ളത്തിലെ മീൻ കിട്ടിയ കിട്ടി. എത്ര പ്രാവശ്യം പിടിക്കുക? ഉണ്ട്. അതാ കണ്ടോ ചീഗ് മുള്ളുള്ള മീനാണ് കേട്ടോ ചീഗ് എന്ന് പറയുന്നത്.
അയ്യോ അത് കൂടെ ഒന്നും പോണ്ട, ചളി കൂടെ പോണ്ട. ഇത് കാണുമ്പല്ലേ ഇങ്ങനെ എന്താ പറയുക, നാട്ടിൻപുറത്തൊക്കെ ജീവിക്കുന്നവർക്ക് നിങ്ങളുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരില്ലേ? നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്താ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ തിരുമ്പാൻ വരുമല്ലോ, തിരുമ്പാൻ വരുമ്പോൾ ഇതേപോലെ ഞങ്ങളുടെ തിരുമ്പൽ കഴിയണ വരയ്ക്കും ഇവർക്ക് ഒരു തോർത്ത് കൊടുക്കും കേട്ടോ. തോർത്ത് കൊടുത്തിട്ട് ഇവരിങ്ങനെ മീൻ പിടിച്ച് നിറയ്ക്കും. കുപ്പിയായി എന്താ ചിലപ്പോൾ തോനെ കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് എന്താ കിണറ്റിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലതൊക്കെ കിണറ്റിൽ കൊണ്ടിടാൻ പറയും. ഇട്ടിട്ടുണ്ടെന്ന് കനാലിന്ന് പിടിച്ചിട്ടേ തിന്നണ്ടാവില്ലേ? കിണറിനുള്ളിൽ എന്താ തിന്നണ്ടാവുക? അത് വെള്ളം നിറയിച്ച് കുഴപ്പമില്ല. വെള്ളമില്ലാത്തപ്പോ എന്താ ഇവർക്ക് തിന്നണ്ടാവുക? ഏട്ടാ കഞ്ഞുണ്ണി ഉണ്ടോ നോക്കാനേ. ഒരു മരുന്നിന് ഇവിടെ എവിടെയും കഞ്ഞുണ്ണി കാണാല്ലോ കേട്ടോ, എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട്. ഇത്രയും പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് അത് കഞ്ഞുണ്ണിയൊന്നല്ല കുഞ്ഞാ, പാളയും കൊണ്ട് കണ്ട അച്ചു. ഞാനൊക്കെ മീൻ പോയി ചന്തി കൊറേ എന്താ കാണിക്കണേ? തെങ്ങിന്റെ താഴത്തേക്ക് വീണല്ല, ചളിയിലേക്ക് വീണു. നല്ല ഷേപ്പായിരിക്കും. പിന്നെ ഈ അല്ലേ ഏട്ട് നോക്കിയൊക്കെ ഇവിടെയുള്ള ഈ തെങ്ങ് മൊത്തം എന്തായിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ട് നിക്കണത്. അതൊന്ന് ഇതൊന്ന് ഇതാ 4 തെങ്ങ്. അമ്മ ഇരിക്കും നോക്കിയൊക്കെ. അമ്മ നല്ല രസമുണ്ട് അങ്ങനെ ഇരിക്കാന്. മെല്ലെ മെല്ലെ നോക്കിയിറങ്ങ്. ഏട്ടങ്ങൾ പറയുന്നത് ഇതേപോലെ വീട്ടിലുണ്ടെങ്കിലേ കസേര കയറുന്നോന്ന്. മീൻ കിട്ടിയോ? എവിടെ ചേറ് കാണുമ്പോഴാണ് മീൻ കിട്ടുന്നത്. കണ്ട വലിയ വലിയ മീൻ. കുപ്പി നിറഞ്ഞുട്ടോ. ഇതാ മീൻ പിടിക്കണ വല. അപ്പോൾ നമ്മളെപ്പോഴാണെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് പണിയൊക്കെ ഒരുങ്ങുന്ന സമയത്ത് ഞാൻ വിറക് വെറുക്കാനും വരും. അപ്പോൾ മക്കൾ അവിടെ ഇങ്ങനെ കളിക്കും കേട്ടോ. ഇവിടെയെന്ന് പറഞ്ഞാൽ വെച്ചാൽ വണ്ടിയും കാര്യങ്ങളൊന്നും അങ്ങനെ വരില്ല. നമ്മുടെ ശരിക്ക് തറവാടിൻ്റെ അവിടെയാണ് പേടിക്കേണ്ടത് ഏട്ടാ. എപ്പോഴാ വണ്ടി വരികയെന്ന് അറിയില്ല. വണ്ടി വരുന്നവർക്ക് ശ്രദ്ധയും ചിലവർക്ക് ഉണ്ടാവില്ല. പറ്റുമോ? അവർക്ക് കളിക്കാൻ എന്താ അത്? തോർത്തുമുണ്ട് നോക്കിയൊക്കെ, തോർത്തുമുണ്ടിന്റെ കോലോ. ഇറങ്ങട്ടെ ഏട്ടാ. ചെരുപ്പ് കൈ പിടിച്ചിട്ട് നടക്കണതേ അവർക്ക്. ഏട്ടാ എന്നാലും ഒന്ന് ആലോചിച്ചൊക്കെ, അവരിങ്ങനെ നമ്മുടെ പിന്നാലെ നമ്മൾ വേണം പറഞ്ഞിട്ടല്ലേ നടക്കണം. ഒറ്റയ്ക്ക് എവിടേക്കും പോണെന്ന് പറയില്ലല്ലോ. എന്താണ് എനിക്കറിയില്ല. അച്ഛനെ എടുത്ത് വെച്ചേക്കാ. കാട്ടുപൂവേ ഇതാ ഓണപ്പൂവിൻ്റെ വള്ളി കണ്ടോ? ഇത് ഓണപ്പൂവിൻ്റെ വള്ളിയാണ് കേട്ടോ. ഓണസമയത്ത് മാത്രമാണ് ഈ പൂവ് അധികം ഉണ്ടാവുള്ളൂ. എല്ലാവരും ഇന്നൊന്നും പറയരുത് കേട്ടോ. ഈ പ്രസിക്ക് എന്താ വിറകായിട്ട് ഇത്ര വല്ലാത്ത ആത്മബന്ധം എന്നുള്ളത്. വിറക് കാണുമ്പോൾ എടുക്കാതിരിക്കാൻ പറ്റില്ല. ഏട്ടപ്പോൾ പറഞ്ഞേ ഉള്ളൂ. നമുക്ക് ആൾക്കാർ വിചാരിക്കും നമുക്ക് ഭ്രാന്താണ്, ഏത് സമയവും നീ വിറക് പിടിച്ചും കൊണ്ട് നടക്കുകയാണ്. കണ്ടോ? ഓ ക്യൂട്ടാ. എനിക്ക് വയ്യ. എവിടെ? ഇതാണ് ചീക്. നമ്മുടെ അവിടെ ചീക് എന്നാണ് പറയാ. കുത്തുന്നത് മൊയ്യെന്നല്ല, ചീകാണത്. ചീകാണ്, അതാണ് ചീക്. അതൊന്നേ ഉള്ളൂ. മൊയ്യെന്നല്ല, അത് ചീകാണ്. എന്താന്നറിയോ, കളയാതെ അവര് വെള്ളം ഒഴിച്ച് വെക്കി അവിടെ കൊണ്ടുപോയിട്ട്. എന്താന്നറിയോ അവര് കളയാ. ഈ വെള്ളം പൈപ്പത്തെ വെള്ളം വേണ്ട. എന്താണെന്നറിയോ കളയാതെ കൊണ്ടുവന്നിക്കണത്. വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ 2 കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അപ്പോട്ടിനെയും അച്ചോട്ടിനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ഇത്രേ മീൻ കളയുക. അത് കാരണം കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ഇത്രയും മീൻ അവൻ പിടിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇല്ലേ അച്ചോ? ഡാ ചാത്തപ്പാവാ, നമ്മളില്ലാത്ത സമയം നോക്കി അപ്പുറത്ത് കണ്ടോ പോയി നിൽക്കണത്. എല്ലാവരും പാടെ നമ്മുടെ ഒരു കോഴിക്ക് എന്താണെന്നറിയില്ല കേട്ടോ, പനിയാണോ എന്താന്ന് പറ്റിയെന്നറിയില്ല. 1.5 വയസ്സുണ്ടാവുന്നു.
ചാത്തപ്പന് ആ വയസ്സുള്ള തന്നെയാണ്. ചാത്തപ്പന് 2.5 വയസ്സായി. അവന്റെ കൂടെ തന്നെയാണ് കറക്റ്റ്. 2.5 വർഷമായിട്ടോ നമ്മുടെ ചാത്തപ്പൻ നമ്മുടെ കൂടെ ഉണ്ടായിട്ട്. എന്താ അതേപോലെ തന്നെ വേറൊരു 3 എണ്ണം ഉണ്ടായിരുന്നതാണ്. അതിൽ 2 എണ്ണം നായ പിടിച്ചിട്ട് പോയി. ഇവ മാത്രമേ ഉള്ളൂ. ഇവനിപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് തരുമോ പറഞ്ഞിട്ട്. നമ്മുടെ കാരണവരാണ്, നമ്മളെങ്ങനെ കൊടുക്കുക അല്ലേട്ടാ? 42 ഒന്ന് ആലോചിച്ച് നോക്ക്, 42 ദിവസം കൊണ്ടാണ് മറ്റേ കോഴി വലുതായിട്ട് നമുക്ക് കടയിൽ കിട്ടുന്നത്. ഇവന് 2.5 വയസ്സായി. അപ്പോൾ നാടൻ കോഴിയും മറ്റേ കോഴിയും തമ്മിലുള്ള വ്യത്യാസമല്ലേ? ഇനി ഇതിന് എന്താ പറയുന്നത്, ചിലർ പറഞ്ഞു നല്ല മൂപ്പായിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ഇവനെ കൊല്ലാനും തോന്നണില്ല, ഒരാൾക്ക് കൊടുക്കാനും തോന്നണില്ല. മൂപ്പായിക്കോട്ടെ, ഇറച്ചി തിന്നാൻ പറ്റിയിട്ടും കുഴപ്പമില്ല അല്ലേ? നമുക്ക് അവൻ നടന്നോട്ടെ. എന്താന്നൊരു മെയിലും കൂടി ഇല്ലാണ്ട് നിൽക്കണോക്ക്. എന്നാ പാടേ റൂട്ട് കൂടെ പെണ്ണും കൂടി കൂട്ടി പോ, വിടുപ്പോ 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 വിടുപ്പോ. എന്താ ഒരു അനുസരണമില്ലാത്ത പോങ്ങോട്ട്. അതാ പോണു അവൻ്റെ പാട്ടിന്. അതങ്ങോട്ട് പോവും, നീ പോണത്തോളം. വീട്ടിപ്പോ വീട്ടിപ്പോ വീട്ടിപ്പോ. എന്താ വീട്ടിപ്പോ വീട്ടിപ്പോ പോ വീട്ടിൽ. നീ എല്ലാവരെയും കൊണ്ട് നീ നടക്കണത്, ഓടാനും വയ്യ നടക്കാനും വയ്യ പറഞ്ഞിട്ട് നടക്ക്. വീട്ടിപ്പോ വീട്ടിപ്പോ. ആ എന്താ രാജാവിനെ പോലെ എല്ലാ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് പോണത്. കയറി വീട്ടിൽ പോ, കയറി വീട്ടിൽ പോ. ഇതാക്കണ്ടോ നമുക്ക് എന്താ കനാലിൽ വെള്ളം വന്നാൽ ഇറങ്ങാനുള്ള സംവിധാനം ശരിയായിട്ടാ നമ്മുടെ അമ്മർത്തതാ. പിന്നെ കല്ല്, നമ്മൾ ആദ്യം വെച്ച കല്ല് കണ്ടില്ലേ, ആദ്യം വെച്ച കല്ലാണിത്. ഈ ഓവ് കണ്ടോ, അത് അവിടുത്തെ ഓവ്. അയ്യോ ഒരു ഇതോ അത്രയും ഹൈറ്റിലായി പോലെ, ഇത്രയും ഹൈറ്റിലായി. ഇത് എന്താ ഹിറ്റാച്ചിക്കാരൻ തന്നെ ചെയ്തതെന്നാണ്. നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടിരുന്നില്ലേ, നമ്മൾ കൈക്കോട്ടും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അവർ ചെയ്തപ്പോഴേ, ഇപ്രാവശ്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് തന്നെ ആദ്യമായിട്ടാണ് ഹിറ്റാച്ചി ഇറക്കിയിട്ട് മാന്തണത് കേട്ടോ. ഹിറ്റാച്ചി ഇറങ്ങി മാന്തണത് ആദ്യമായിട്ടാണ്. അപ്പോൾ അവർ മാന്തി കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഫുള്ള് മണ്ണിട്ടിട്ടുണ്ടായിരുന്നു. ഈ കല്ല് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങളിവിടെ തിരുമ്പണതും കുട്ടികളൊക്കെ തിരുമ്പും കുളിക്കുകയൊക്കെ ചെയ്യണതാണ്, ഇവിടുത്തെ കല്ല് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല പറഞ്ഞപ്പോൾ അവർ പിന്നെ വന്നിട്ട് അവിടത്തേക്ക് പണി കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ നിന്ന് ശരിയാക്കി തന്നിട്ട് പോയി. ഇപ്പം നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യമായില്ലേ. പിന്നെ ഇതവിടെ പിന്നെ ഇത് കണ്ടോ, ഈ കല്ലിന്റെ താഴെ ഉള്ളത് പാറയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് അതാ കണ്ടോ, ആ ഭാഗമൊക്കെ പാറയാണ്. അവര് കണ്ടേട്ടാ ബീറിന്റെ കുപ്പി പൊട്ടിക്കിടക്കുക കണ്ടോ. ബീറിന്റെ കുപ്പി കണ്ടോ പൊട്ടിക്കിടക്കുന്നുണ്ട്. അത് ഇനി അവിടെ നിന്ന് എടുത്ത് മാറ്റിയിടണം. അപ്പോൾ അതാ ഇനി നല്ല സൗകര്യമായിട്ടോ. ഇനി വെള്ളം വന്നാൽ മതി. വെള്ളം വന്നു കഴിഞ്ഞാൽ തിരുമ്പലും കുട്ടികൾക്ക് കുളിക്കാനും അർമാദിക്കാൻ പറ്റും. ഇവിടുത്തെ ഫുള്ള് ചളി വാരിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് ഫുള്ളും വെള്ളം പോകേണ്ട സൗകര്യത്തിൽ. ആദ്യം നമ്മുടെ കുറച്ച് ഭാഗത്തേ വെള്ളം കിട്ടുള്ളൂ. പ്ലാപ്പറ്റ ആ മുക്കിലൊന്നും വെള്ളം കിട്ടാണ്ട് കുറേ പേര് കഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ട് അവർ ഇവിടെ വന്നിട്ട് ഈ ഭാഗമൊക്കെ വൃത്തിയാക്കി പോയിരുന്നു. ഇപ്രാവശ്യം പിന്നെ വെള്ളത്തിന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഈ ഉറവ് വറ്റിക്കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ കിണറ്റിൽ വെള്ളം ഉണ്ടാവില്ല കേട്ടോ. ഈ ഉറവ് ഫുള്ളും വറ്റിയ അപ്പോഴാണ് നമ്മുടെ കിണറ്റിൽ 1/2 ടാങ്കും കൂടി വെള്ളം ഇല്ലാതെയാവുക. എന്താ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വെള്ളം കോരാൻ പോകണം. ഇങ്ങനെ വെള്ളം നിൽക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ കിണറ്റിലും വെള്ളം ഉണ്ടാവും. പിന്നെ ഈ ഭാഗം ഫുള്ളും നമ്മുടെ ഈ ഒരു സൈഡ് പാറയാണ് കേട്ടോ. നമ്മുടെ കിണറിൻ്റെ സൈഡും കിണറിൻ്റെ ഉള്ളിലും പാറയാണ്. കിച്ചു നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറി കുളിച്ച്. കിച്ചൂര് കനാലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബോൾ കിട്ടിട്ടോ. അപ്പോൾ എന്താ നമ്മൾ എന്താടാ കിച്ചു ഒന്ന് പറയേ, എന്താ പറയാ ഒന്ന് കിച്ചൂര് ബോൾ കിട്ടിയ സന്തോഷം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.